കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി പിടിയിൽ. പ്രതി ചിന്നദുരൈ കടലൂരിൽ നിന്നാണ് പിടിയിലായത്. ഇയാൾ 70ഓളം വ്യാജമദ്യ കേസുകളിലെ പ്രതിയാണ്. അതേസമയം മരണസംഖ്യ 50 ആയിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി വിദ്യാ ബാലനുണ്ട്. വിദ്യ, വളരെ നടക്കുന്നൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന വാർത്ത. ഇപ്പോഴിതാ മുഖ്യപ്രതി ചിന്നദുരൈ പിടിയിലായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിയുടെ വിവരങ്ങൾ? നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നുണ്ട് ഇയാൾ. തുളസി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. 50 ആയി മരണസംഖ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കള്ളക്കുറിച്ചിയിലെ കരുണാപുരത്ത് വിഷമദ്യം കഴിച്ച് ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. തുടർന്നാണ് ഇപ്പോൾ മരണസംഖ്യ 50 എന്നൊരു കണക്കിലേക്ക് എത്തി നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു വസ്തുതയാണ് ചിന്നദുരൈ എന്ന് പറയുന്ന മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത്. ഇയാൾ 70ഓളം വ്യാജമദ്യ കേസുകളിൽ തന്നെ പ്രതിയാണ്. അത് സൂചിപ്പിക്കുന്നത് തന്നെ അവിടെ എത്രമാത്രം വ്യാജമദ്യം ഉണ്ടാക്കുന്നുണ്ട് എന്നും എത്രമാത്രം എളുപ്പത്തിൽ പ്രതികൾ ഊരിപ്പോരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി. ഒപ്പം SP ഉൾപ്പെടെയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷനും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ അന്വേഷണത്തിലെ പിഴവ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വ്യാജമദ്യം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള പിഴവ് മൂലമാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം 11 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു വ്യാജമദ്യ ദുരന്ത കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴും 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചിന്നദുരൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 70ഓളം വ്യാജമദ്യ കേസുകളിലെ പ്രതിയാണ്. അയാൾ ഇപ്പോഴും വ്യാജമദ്യം ഉണ്ടാക്കിയ അല്ലെങ്കിൽ 70ഓളം കേസുകളിൽ പ്രതിയായിട്ട് കൂടി നിസാരമായി ആ ഒരു കേസുകളിൽ നിന്നെല്ലാം ഇറങ്ങി വരികയും അല്ലെങ്കിൽ ഒരുപക്ഷെ ജാമ്യത്തിൽ ഇറങ്ങുകയും വീണ്ടും ഇത്തരത്തിൽ വ്യാജമദ്യ ഉണ്ടാക്കുന്നതിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത്രമാത്രം നിയമം അവിടെ ലിബറലാണ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ അറിയുന്നതേ ഉള്ളൂ. ഇപ്പോൾ മരണസംഖ്യ 50 എത്തി നിൽക്കുന്നു. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. തുളസി. വിദ്യ, നിരവധി പേർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നിലവിൽ? 100ഓളം പേരിൽ പലരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 10ഓളം പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാം ചികിത്സയ്ക്ക് ആവശ്യമായ പണം അടിയന്തരമായി 50,000 രൂപ, ചികിത്സയിലുള്ളവർക്ക് 50,000 രൂപ അടിയന്തരമായി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന പണമൊന്നും ഇതിന് പര്യാപ്തമല്ല. ഓരോ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കൃത്യമായി വേണ്ട നിയമ നടപടി തന്നെയാണ് കൃത്യമായി വേണ്ടത്. ഈ ഒരു വ്യാജമദ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർമ്മാണത്തിലേക്കൊക്കെ കടക്കാതെ അതിനെ കൃത്യമായി തടയിടാനുള്ള നിയമങ്ങൾ തന്നെയാണ് ആവശ്യം. തുളസി. തീർച്ചയായും വ്യാജ മദ്യത്തിന്റെ ഒഴുക്ക് തടയുന്നതിനായുള്ള കൃത്യമായ നടപടികളും കൃത്യമായ നിയമനിർമ്മാണവും തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ആവശ്യം എന്ന് തന്നെയാണ്. പ്രതി ചിന്നദുരൈ കടലൂരിൽ നിന്നാണ് പിടിയിലായത്. വ്യാജമദ്യ ദുരന്ത കേസിൽ. അതുപോലെ തന്നെ മരണം 50 ആയിരിക്കുന്നു. ഇനിയും മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.